എല്ലാവരും കണ്ണുകളടയ്ക്കാം. പുറത്ത് നിൽക്കുന്നവരെല്ലാവരും അകത്തേക്ക് കയറി നിൽക്കുക. കർത്താവ് വീണ്ടും നമുക്ക് ഒരു പ്രഭാതം കൂടി തന്ന് അവിടുത്തെ സന്നദ്ധയിലായിരിക്കുവാനായിട്ട് അവിടെ നമ്മളെ അനുവദിച്ച് ദൈവത്തിന് നന്ദി പറയാം. അടുത്ത സെക്കൻഡ് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക, എങ്ങനെയാണെന്ന് മനുഷ്യന് നിർണയിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവമാണ് അത് തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ ഔദാര്യമാണ് മനുഷ്യ ജീവൻ. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവനെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. യേശയ്യാ 48:18 അവിടെ നല്ല ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനം നദി പോലെ ഒഴുകുമെന്നാണ് അവിടെ നല്ല ചെയ്യുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാത്തതാണ് നമ്മുടെ തകർച്ചയും നാശത്തിനെല്ലാം കാരണം. ദൈവവചനം നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് തയ്യാറാകാത്തതാണ് നമ്മൾ രോഗികളായി മാറുന്നത്. റോമാ 6:23 പാപത്തിന്റെ വേതനം മരണമാണ്. പാപം മൂലം രോഗിയാകുന്നു, രോഗം മൂലം മരണം സംഭവിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ ആരാണ്, എന്താണ്, ഞാൻ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. നമ്മളെ തന്നെ മറ്റുള്ളവരെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. ഈശോയെ, നീ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചെങ്കില് ജെറമീയ 29:11 പറയുന്നുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ വിട്ട് ലോകത്തിൻ്റെതായ ആസക്തിയുടെ പുറകിനാണ് നമ്മൾ പോവുക. അതാണ് നമുക്കുണ്ടാകുന്ന തകർച്ചകളും. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകാതെ നമ്മൾ നമ്മുടേതായ താല്പര്യത്തിനും മോഹത്തിനും പോകുമ്പോൾ ഒരുപാട് തകർച്ചകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. വിടാതെ തകർച്ചകൾ നമ്മളെ പിന്തുടരും. ദൈവം കൂടെയില്ല എങ്കിൽ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. റോമാലേഖനം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും. വീണ്ടും റോമർ 10-ാം വാക്യത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദം എത്ര സുന്ദരമാണ്. എസെക്കിയേൽ 3:27 പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരം തുറക്കപ്പെടും. ദൈവം നമ്മളോട് സംസാരിക്കേണ്ടത് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് എപ്പോഴാണ് നമ്മളെ വിട്ടുകൊടുക്കുന്നത്, ആ നിമിഷം മുതൽ മാത്രമേ ദൈവം നമ്മളിൽ ഇടപെടാനായിട്ട് തയ്യാറാകുകയുള്ളൂ. കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാണ്. നിനക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശോ എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണല്ലോ എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഞാൻ നിന്റേതാണെന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം. മാർക്കോസ് 3:35 നമ്മൾ കാണുന്നുണ്ട്, ഇതാ നിന്റെ അമ്മയും സഹോദരനും സഹോദരിയൊക്കെ നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എന്റെ പിതാവിനിഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയൊക്കെ. പിതാവിനിഷ്ടം നിറവേറ്റുന്നവരായിട്ട് നമുക്ക് മാറാം. സങ്കീർത്തനം 81-ാം 5, 6, 7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരും, നിന്റെ തോളിൽ നിന്ന് ഭാരം ഞാൻ ഇറക്കി വെക്കും, നിന്റെ കൊട്ടയിൽ നിന്ന് ഞാൻ പിടിപിടിയിക്കും. ജീവിതഭാരം, പ്രയാസങ്ങള്, വിഷമങ്ങള് ഇതെല്ലാം മാറും. നമ്മൾ അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരികയും നമ്മുടേതായ ആകുലത, ഉൾക്കണ്ട, അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. എന്നാല് നമ്മുടെ ഹൃദയം തുറന്ന് അധരം തുറന്ന് സ്തുതിക്കാതെ, ദൈവത്തിന് സ്തുതി എന്ന് പറയാതെ, ദൈവത്തിന് മഹത്വം എന്ന് പറയാതെ നിൽക്കുന്നെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ നിലകൊള്ളുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ആയിത്തീരും. എന്നാല് നമ്മൾ സ്തുതിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, വലിയ ചേഞ്ചുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വലിയ സമാധാനം നമുക്കുണ്ടാകും, വലിയ ആശ്വാസം നമുക്ക് കിട്ടുന്നതായിട്ട് അനുഭവപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സന്ദേശം തരുന്നുണ്ടായിരുന്നു. മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള നിർദ്ദേശം കർത്താവ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സ്തുതിപ്പിൽ നിങ്ങളുടെ ഹൃദയത്തില് മാർപ്പാപ്പായും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എന്റെ പിതാവേ, ഇന്ന് രാവിലെ മുതൽ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ വീക്ഷണത്താലോ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഈ ലോകത്തോട് ക്ഷമ ചോദിക്കുന്നു. യേശുവേ, യേശുവേ, വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ, വരദാനങ്ങളുമായി നീ വരൂ വരൂ ഈ ജനതതിമേ, ശക്തി പകർന്നിടുവാൻ, ശക്തി പകർന്നിടുവാൻ. വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ, വരദാനങ്ങളുമായി നീ വരൂ വരൂ ഈ ജനതതിമേ, ശക്തി പകർന്നിടുവാൻ, ശക്തി പകർന്നിടുവാൻ. ഇരുളിൽ അലയും മനസ്സിനുള്ളിൽ ശാന്തി ചൊരിഞ്ഞിടുവാൻ, കരഞ്ഞു മങ്ങിയ കണ്ണിൽ പുത്തൻ ശോഭ പരത്തിടുവാൻ. ഇരുളിൽ അലയും മനസ്സിനുള്ളിൽ ശാന്തി ചൊരിഞ്ഞിടുവാൻ, കരഞ്ഞു മങ്ങിയ കണ്ണിൽ പുത്തൻ ശോഭ പരത്തിടുവാൻ. വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ, വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ, വരൂ 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 അരൂപിയേ, സഹായക ദൈവരൂപിയേ, വരദാനങ്ങളുമായി നീ
പകർന്നിടുവാ ശക്തി പകർന്നിടുവാ ആത്മബലങ്ങളെന്നും ഞങ്ങൾ പൂർണ്ണത നേടിടുവാ സൽഗുണപൂർണര നേടിടുവാ നിൻ കൃപയേകണമേ ആത്മബലങ്ങളെന്നും ഞങ്ങൾ പൂർണ്ണത നേടിടുവാ